Hi there, welcome back once again. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലുള്ള ഡാറ്റ ടൈപ്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്? ജാവാസ്ക്രിപ്റ്റിൽ 8 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്ട്രിങ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ സ്ട്രിങ് ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പ് ആണ്. അതുപോലെ തന്നെ നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പ് ആണ്. അതായത് ഡാറ്റനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്സ്, അതിനെയാണ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ഫോട്ടോ എടുക്കുവാണ്, അതിന്റെ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IMG ഫോർമാറ്റ് വരും. IMG ഫോർമാറ്റ് വരത്തില്ല, നമ്മൾ JPG ഫോർമാറ്റ് വരും, PNG, BMP, അതുപോലെ GIF. ഇതൊക്കെ നമ്മുടെ ഫോട്ടോസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ള ഫോർമാറ്റുകളാണ്. അതുപോലെ തന്നെ വീഡിയോസ് ആണെങ്കിലോ MP3 ഓഡിയോസ് ആണ് ശരിക്കും. അതുപോലെ തന്നെ വേവ് ഓഡിയോസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ആണെങ്കിൽ MP4 വരും, അതുപോലെ തന്നെ WMP വരും. അങ്ങനെ പല ഫോർമാറ്റുകളുണ്ട് നമ്മൾ സാധാരണ. അതുപോലെ തന്നെ MKV ഫോർമാറ്റുകളുണ്ട്. അപ്പൊ അങ്ങനെ പല ഫോർമാറ്റുകളുണ്ട്. ഇപ്പൊ നമ്മൾ അതുപോലെ വീഡിയോസ് ഓഡിയോസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫോർമാറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയും. പക്ഷെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു കാര്യമാണ് ആക്ച്വലി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ, ഡാറ്റ ടൈപ്പ് എന്ന് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡാറ്റ എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റാസ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്നാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പോയിന്റ് ഇട്ടൊരു കാര്യം എഴുതി വെക്കുക. അതായത് 12.1 എന്ന് പറഞ്ഞൊരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ്. അങ്ങനെ ഡാറ്റ ടൈപ്പിന് സബ് കാറ്റഗറീസ് ഉണ്ട്, അറേസ് ഉണ്ട്. അതെങ്ങനെ ഡാറ്റ ടൈപ്പ് ആണ്, എന്തിനാണ് ഈ ഡാറ്റ ടൈപ്സ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ മാത്രമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്പർ ഡാറ്റ ടൈപ്പ് നമുക്ക് വേണം. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിന്റെ ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ സാധാരണ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ VAR എന്ന് ഉപയോഗിച്ചിട്ട് വേരിയബിൾ നെയിം എന്തെങ്കിലും കൊടുക്കുക, അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഡാറ്റ ടൈപ്പ് അസൈൻ ചെയ്തു നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇപ്പോൾ ഉദാഹരണത്തിന് C++ ഒക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ നമ്പേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇന്റ് എന്ന് പറഞ്ഞു കൊടുക്കണം, ഇന്റിജർ എന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണെങ്കിൽ, പോയിന്റ് ഉള്ള നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ ഫ്ലോട്ട് എന്ന് കൊടുക്കണം. പക്ഷെ ജാവാസ്ക്രിപ്റ്റ് പോലത്തെ ചില ലാംഗ്വേജുകളിൽ നമ്മൾ പൈത്തണിലൊന്നും നമ്മൾ സാധാരണ എന്താണ് കൊടുക്കേണ്ട ആവശ്യമില്ല, എന്ത് ഡാറ്റ ടൈപ്പ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ കൊടുക്കുന്ന ഡാറ്റനുസരിച്ച് ഇപ്പോൾ നമ്പേഴ്സ് 1 2 3 എന്ന് പറഞ്ഞ് നമ്മൾ ഡബിൾ കോട്ട്സിന്റെ അകത്തല്ലാതെ എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് ഇന്റിജർ എന്ന് പറഞ്ഞെടുത്തോളും. ഇനി അതുപോലെ തന്നെ അതിന്റെ അകത്തൊരു പോയിന്റ്, നമ്മൾ ഡെസിമൽ പോയിന്റ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോട്ട് എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്തോളും. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു ക്യാരക്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ സ്ട്രിംഗ് ആണ് ഉപയോഗിക്കുന്നത്, ഡബിൾ കോട്ട്സിന്റെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ട്രിംഗ് എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്തോളും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് ഒരുപാട് ഡാറ്റ ടൈപ്സിനെ കുറിച്ച് ഒരുപാട് പറയാവേണ്ട ആവശ്യമില്ല. എങ്കിലും എന്തൊക്കെ ഡാറ്റ ടൈപ്സ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി എന്തിനൊക്കെയാണ് ഡാറ്റ ടൈപ്സ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്റ്റോർ ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇന്റിജർ ഡാറ്റ സ്റ്റോർ ചെയ്യണം, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യണം, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യണം. ഇതിനെ എല്ലാ കാര്യത്തിനും നമ്മൾ ഡാറ്റ ടൈപ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഡാറ്റ സ്റ്റോറിംഗ് ആണ് ഡാറ്റ ടൈപ്സിന്റെ പ്രൈമറി യൂസേജ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ബൂലിയൻ, ട്രൂ ഓർ ഫാൾസ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് എന്തെങ്കിലും ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ട്രൂ ഓർ ഫാൾസ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് കൊടുക്കാം. ബൂലിയൻ ഡാറ്റ ടൈപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ പ്രോഗ്രാമിലും ലോജിക്കൽ സൈഡിൽ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് ബൂലിയൻ ഡാറ്റ ടൈപ്പ്. ബൂലിയൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന് പറഞ്ഞാൽ രണ്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു യൂസാണ് ഡാറ്റ മാനിപ്പുലേഷൻ എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ രണ്ട് നമ്പേഴ്സ് കൊടുക്കണം, ഇൻറ്റ് AB എന്ന് പറഞ്ഞ് രണ്ട് നമ്പേഴ്സ് കൊടുക്കണം. എന്നിട്ട് അതിന് രണ്ടെണ്ണത്തിനെ ആഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വേറെ ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പ് വേരിയബിൾ ഡാറ്റ സ്റ്റോർ ചെയ്യാം. അതിനെ ഡാറ്റ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡാറ്റ മാനിപ്പുലേഷൻ, അതായത് എക്സിസ്റ്റിംഗ് ഡാറ്റനെ മാറ്റി വേറൊരു കാര്യമാക്കാം. നമ്മൾ നേരത്തെ ഹെഡിങ്ങിന്റെ അകത്ത് സാധാരണ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് മാറ്റി ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് ഹലോ എന്നാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു ഡാറ്റ മാനിപ്പുലേഷൻ ആണ്. അതുപോലെ തന്നെ ഡാറ്റ ഇന്റഗ്രിറ്റി ആൻഡ് വാലിഡേഷൻ, അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളിപ്പോൾ ഇൻപുട്ടുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് യൂസറിന് ഫോൺ നമ്പർ കൊടുക്കേണ്ട സമയത്ത് സ്ഥലത്ത് യൂസർ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്പർ ഇൻപുട്ട് ആണോ അവിടെ കൊടുത്തിരിക്കുന്നത്, നമ്പർ മാത്രമേ അവിടെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഡാറ്റ ടൈപ്പിൽ ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്പർ മാത്രമേ എടുക്കത്തുള്ളൂ, വേറെ ഒന്നും എടുക്കത്തില്ല. അപ്പം അത്തരം കാര്യങ്ങളും ഡാറ്റ ടൈപ്പ് നമുക്ക് യൂസ്ഫുൾ ആണെന്നാണ് ഡാറ്റ ഇന്റഗ്രിറ്റി ആൻഡ് വാലിഡേഷൻ. അതായത് വാലിഡേറ്റ് ചെയ്യാനും ഡാറ്റയുടെ ഇന്റഗ്രിറ്റി നിലനിർത്താനായിട്ട് നമ്മൾ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഡാറ്റ ഇന്റഗ്രിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി കൊടുത്തിരിക്കുന്ന ഡാറ്റ അതുപോലെ തന്നെ അവസാനം വരെ വന്നിരിക്കണം. ഉദാഹരണത്തിന്
ഞാനൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ വലിയ വലിയ പ്രൈസിംഗ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ 79.78 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് എന്ന് പറഞ്ഞത് ആക്ച്വലി ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിട്ട് മാറുവാണ്, പോയിന്റ് ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട്. ആ സാധനം ഞാൻ നേരെ ഇന്റിജറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിന്റ് മാറിയിട്ട് ഇന്റിജർ ആക്കുന്ന 79 എന്ന് പറഞ്ഞ് മാത്രമാകും. ഓക്കെ, നമ്മൾ ഒരു പ്രാവശ്യം ബാങ്കിങ്ങിൽ ഇതുപോലെ വലിയൊരു തട്ടിപ്പ് നടത്തിയതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതായത് ഒരാള് പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ, അതായത് ഈ സാധനം കോഡ് ചെയ്യുന്ന ഒരാൾ എന്താ ചെയ്ത് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളുടെയും പോയിന്റ്, സാധാരണ നമ്മൾ ഡെസിമൽ പോയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 240.58 കിടപ്പുണ്ടെങ്കിൽ നമ്മളത് നോക്കാറില്ല അങ്ങനെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇയാൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 58 പൈസ എന്ന് പറഞ്ഞുള്ളത് മൊത്തം അവസാനത്തെ ഒരു അക്കൗണ്ട് നമ്പർ ഉള്ളതിലേക്ക് പോകുന്ന രീതിയിൽ പുള്ളി കോഡ് ചെയ്ത് വെച്ചു. അപ്പൊ അങ്ങനെ കോഡ് ചെയ്ത് വെച്ചപ്പോൾ എന്തുണ്ടാവും, പുള്ളി ജസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഡാറ്റ ടൈപ്പ് മാനിപ്പുലേറ്റ് ചെയ്യണം, വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഡാറ്റ ടൈപ്പ് മാനിപ്പുലേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഡാറ്റ ടൈപ്പ് അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഇന്റിജേഴ്സ് ഉപയോഗിച്ചു. ഓക്കെ, അങ്ങനെ ഇന്റിജേഴ്സ് ഉപയോഗിച്ചപ്പോൾ ഈ അവസാനം വരുന്ന പോയിന്റുകളെല്ലാം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിൽ ഒരു പ്രമുഖ ബാങ്കിങ്ങിലാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അത് അങ്ങനെ ചെയ്തിട്ടുള്ളതുകൊണ്ട് പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങളെ ഓരോ മാസവും വന്നുകൊണ്ടിരിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡാറ്റ ടൈപ്സ് ഭയങ്കര മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ അകത്ത് എറർ വന്നു കഴിഞ്ഞാൽ അവസാനം ഭയങ്കര പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ ഇന്റർവ്യൂസിലും ഡാറ്റ ടൈപ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഇപ്പൊ ജാവാസ്ക്രിപ്റ്റിൽ എത്ര ഡാറ്റ ടൈപ്സ് ഉണ്ടെന്ന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തൊക്കെയാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്? ഓക്കെ, ജാവാസ്ക്രിപ്റ്റിലുള്ള ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ ഡാറ്റ ടൈപ്പ് നമ്പർ ഡാറ്റ ടൈപ്പ് ആണ്. നമ്പർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, സാധാരണ നമ്പേഴ്സ് 1 2 3 എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സിന്റെ അകത്ത് തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സും വരും. അതായത് ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡെസിമൽ ഇട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് കൊടുത്തിട്ട് ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ, പക്ഷെ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ പോയിന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്പർ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഡാറ്റ ടൈപ്പാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. സ്ട്രിംഗിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, സാധാരണ നമ്മൾ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എന്നാണ്, സാധാരണ ABCD അങ്ങനെ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഒരുമിച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് പ്ലസ്, അറ്റ്, സ്റ്റാർ, ബാക്ക് സ്ലാഷ്, ഫോർവേഡ് സ്ലാഷ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്കുള്ള ഡാറ്റ ടൈപ്പാണ് ബൂളിയൻ ഡാറ്റ ടൈപ്പ്. ബൂളിയൻ ഡാറ്റ ടൈപ്പിൽ രണ്ട് വാല്യൂസ് ഉള്ളൂ, അതുപോലെ ട്രൂ ഒന്നുണ്ട്, അതുപോലെ തന്നെ ഫാൾസ് ഉണ്ട്. ഈ രണ്ട് ഡാറ്റ ടൈപ്പ് മാത്രമേ ബൂളിയൻ ഡാറ്റ ടൈപ്പിന്റെ അകത്തുള്ളൂ. സ്ട്രിംഗിലാണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും പറയാം, നമ്പേഴ്സ് ആണെങ്കിൽ ഇൻഫിനിറ്റി ആണ്, എവിടെ വരെയാണെങ്കിലും ആകാം. ഓക്കെ, പക്ഷേ ബൂളിയൻ ഡാറ്റ ടൈപ്പിന് രണ്ട് വാല്യൂസേ പറ്റത്തുള്ളൂ, ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ഇനി ഡാറ്റ ടൈപ്പ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നൾ എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇതായത് സ്ട്രിംഗ് അല്ല, നമ്പർ അല്ല, ബൂളിയൻ അല്ല, ഇനി പ്രത്യേകിച്ച് ഒരു ഡാറ്റ ടൈപ്പും അല്ല, അതിന് നൾ എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഡിഫൈൻ ചെയ്യാത്ത ഡാറ്റ ടൈപ്പിനെ അൺഡിഫൈൻഡ് എന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അതായത് നൾ അല്ലെങ്കിൽ നമുക്ക് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒബ്ജക്ട് ഡാറ്റ ടൈപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ജേസൺ ഒബ്ജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചിട്ട് ഒബ്ജക്ട് ഡാറ്റ ടൈപ്പും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, കുറെ നമ്പേഴ്സ്, ഇപ്പൊ ഉദാഹരണത്തിന് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു കാര്യങ്ങൾ നമുക്ക് ഒറ്റ വേരിയബിൾ സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കാം, നമുക്ക് ആ സ്ഥലത്ത് അറേ ഉപയോഗിക്കാം. അതായത് ആപ്പിൾ, ബനാന, ഓറഞ്ച്, അങ്ങനെ മൾട്ടിപ്പിൾ ഇൻപുട്ട് വാല്യൂസ് കൊടുക്കണമെങ്കിൽ നമുക്ക് അവിടെ അറേസ് ആണ് ഉപയോഗിക്കുന്നത്. അറേസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, അതായത് ഈ ഒബ്ജക്റ്റ് അറേസ് എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്പ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതേ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്പർ ആണെങ്കിൽ നമ്പർ തന്നെ കുറെ നമ്പേഴ്സ് ഉപയോഗിക്കാൻ സാധിക്കും, സ്ട്രിംഗ് ആണെങ്കിൽ കുറെ സ്ട്രിംഗ് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകാനായിരിക്കും. അതുപോലെ തന്നെ അവസാനമായിട്ടുള്ള ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ, ഡാറ്റ ടൈപ്പിന്റെ മറ്റൊരു യൂസ് ആണ് മെമ്മറി ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡാറ്റ ടൈപ്പ്, അതായത് നമ്പേഴ്സ് കൊടുക്കുന്ന സ്ഥാനത്ത് നമ്പേഴ്സ് തന്നെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് മെമ്മറി സ്പേസ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മെമ്മറി യൂട്ടിലൈസേഷൻ ആണ്. നമ്മളിപ്പം ഡാറ്റ ടൈപ്പിൽ തന്നെ വെച്ച് നോക്കുക. സാധാരണ നമ്മളൊരു പൈത്തൺ സാധാരണ ഡാറ്റ ടൈപ്പ് അത് ഇൻബിൽട്ട് ആയിട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ C++ലെ ഡാറ്റ ടൈപ്പ് നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, സോ C++ന് ഇതുപോലത്തെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് C++ എന്ന് പറയുന്നത്. ഓക്കെ, സോ C++ന്റെ എഫിഷ്യൻസി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ C++ൽ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം മെമ്മറി സ്പേസ് എടുക്കുന്ന കാര്യം. മെമ്മറി സ്പേസിന്റെ കാര്യത്തിൽ C++ എന്ന് പറഞ്ഞ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഇപ്പം പൈത്തൺ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു AI ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. പൈത്തണിൽ 9-10 GB റാമും GPU റാമൊക്കെ വേണ്ട സാധനത്ത് C++ൽ അതേ സെയിം കാര്യം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് 4-5 GB റാമിലുണ്ട്,
കാര്യം തരും. അതായത് 4-1 ആണ് സാധാരണ ഇത്തരത്തിലുള്ള ഹെവി മോഡൽസിനൊക്കെ C++ എടുക്കുന്ന സ്പേസ് എന്ന് പറയുന്നത്. പൈത്തനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഓക്കെ, സോ മെമ്മറി ഒപ്റ്റിമൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതുപോലത്തെ ഉള്ള പ്രോഗ്രാമിംഗ്, അതായത് ജാവാസ്ക്രിപ്റ്റ് പോലത്തെ ഉള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മെമ്മറി ഒപ്റ്റിമൈസേഷൻ അത്ര എഫിഷ്യന്റ് ആയിരിക്കില്ല. കാരണം നമ്മുടെ ഡാറ്റ ടൈപ്പ് നമ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ സാധനം തന്നെ ജാവാസ്ക്രിപ്റ്റ് നോക്കിയെടുക്കും. ഓക്കെ, അതല്ലെങ്കിൽ അതിന്റെ കൂടിയ സ്പേസിങ് ഏറ്റവും കൂടുതൽ സ്പേസ് തന്നെ എടുക്കും. പക്ഷെ C++ നമുക്കത് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഭയങ്കരമായിട്ട് മെമ്മറി ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വലിയ വലിയ കമ്പനീസ് ഒക്കെ ഗൂഗിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബാക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് C++ ആയിട്ട് ഉപയോഗിക്കാം. കാരണം അവർക്ക് അവരുടെ മെഷീനിൽ ഉള്ള ഒരു കപ്പാസിറ്റിയിൽ ലിമിറ്റഡ് ടൈമിൽ കാര്യങ്ങൾ മുഴുവനായിട്ട് ഉപയോഗിക്കണം. നമ്മൾ സാധാരണ പൈത്തൺ ഇത്രയും പോപ്പുലർ ആയതുകൊണ്ട് പൈത്തൺ ഉപയോഗിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ പൈത്തണ് അധികം ഉപയോഗിക്കാറില്ല. പൈത്തൺ കൂടുതൽ ഉപയോഗിക്കുന്ന റിസർച്ച് കാര്യങ്ങൾക്കായിട്ടാണ്. പൈത്തണിൽ കോഡിങ്ങൾ പിന്നീട് നമ്മൾ C++ലേക്ക് മാറ്റും. അങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതെവിടെയും ഡിപ്ലോയ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ പൈത്തൺ എന്ന് പറഞ്ഞാൽ അത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് അല്ല. ഇനി അടുത്തതായിട്ട് കോഡ് റീഡബിലിറ്റി ആൻഡ് മെയിൻറ്റൈനബിലിറ്റി. അതായത് നമ്മൾ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കോഡ് റീഡബിലിറ്റി, അതായത് അറേസ് ഉപയോഗിച്ചിട്ടുള്ള സമയത്ത് നമുക്ക് റീഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ കണ്ടന്റുകൾ മനസ്സിലാക്കാൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അത് നിങ്ങൾക്ക് ഈ ഡാറ്റ ടൈപ്പിനെ കുറിച്ച് പഠിക്കുമ്പം, അതായത് അറേസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പഠിക്കുമ്പം നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഇനി വേറൊരു യൂസ് ആണ് എറർ കറക്ഷൻ. എറേഴ്സ് ഉണ്ടെങ്കിൽ എറർ കറക്റ്റ് ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും ഡാറ്റ ടൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഇപ്പം പ്രോപ്പറായിട്ട് ഇതിന്റെ പകുതി കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. എനിവേ, നമുക്ക് ആദ്യം തന്നെ ഡാറ്റ ടൈപ്പിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, സോ ആദ്യത്തെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പേഴ്സ് ആണ്. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്ന് ക്രിയേറ്റ് ആവുന്നുള്ളൂ. നമ്പേഴ്സ് ക്യാൻ ബി ഇൻഡിജേഴ്സ് ഓർ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. ഇവിടെ ഇൻഡിജർ, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഡിഫറൻസ് ശരിക്കും പറഞ്ഞാൽ ജാവാ സ്ക്രിപ്റ്റിൽ ഇല്ല. ഓക്കെ, പക്ഷെ C++ ഉണ്ട്. ഓക്കെ, അപ്പം വേരിയബിൾ ഏജ് എന്ന് പറഞ്ഞ് ഇവിടെ ഞാൻ ഇതുപോലെ 25 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അത് നമ്പർ ആയിട്ട് എടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് ആക്ച്വലി 9.19 എന്ന് പറഞ്ഞത് പോയിന്റ് ആണ്. അതായത് പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്നാണ്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. ഓക്കെ, സോ ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സും എല്ലാം ആയിട്ട് നമ്പർ ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻഡിജേഴ്സും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സും എല്ലാത്തിനും ഒറ്റ ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് ജാവാ സ്ക്രിപ്റ്റിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് വരുന്ന കാര്യങ്ങൾക്കാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രിംഗ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് ആണ്. ഇത് നമ്മൾ നേരത്തെ ആൾറെഡി പഠിച്ചിട്ടുള്ള ഡാറ്റ ടൈപ്പ് ആണ്. അതായത് വേരിയബിൾ നെയിം കൊടുക്കുന്നു, സിംഗിൾ കോട്ട്സ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഡബിൾ കോട്ട്സും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, സിംഗിൾ കോട്ട്സും ഉപയോഗിക്കാം, ഡബിൾ കോട്ട്സ് ഉപയോഗിക്കാം. ഇങ്ങനെ ഡബിൾ കോട്ട്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ കോട്ട്, അതായത് സിംഗിൾ കോട്ട് ഉപയോഗിച്ച് കൊടുത്താലും ഡബിൾ കോട്ട്സ് ഉപയോഗിച്ചാലും നമ്മൾ വേരിയബിൾസ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിപ്പോ ഇവിടെ ഞാൻ ഡബിൾ കോട്ട്സ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഡബിൾ കോട്ട്സ് ഉപയോഗിച്ചിരിക്കുന്നതിന്റെ അകത്ത് എനിക്ക് കോട്ട്സ് ഉപയോഗിച്ച് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ എനിക്ക് സിംഗിൾ കോട്ട്സ് കൂടി ഉപയോഗിക്കാം. സിംഗിൾ കോട്ട്സ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അതിവിടെ കോട്ട്സിന്റെ അകത്ത് തന്നെ വരുന്നതായിരിക്കും. ഇനി എനിക്ക് ഡബിൾ കോട്ട്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലോ, ഇവിടുത്തെ ആദ്യം ഇട്ടിരിക്കുന്ന സിംഗിൾ കോട്ട്സ് മാറ്റി ഡബിൾ കോട്ട്സ് മാറ്റി സിംഗിൾ കോട്ടിലേക്ക് മാറുക. അതുപോലെ തന്നെ ഇവിടെയും ഡബിൾ കോട്ട്സ് മാറ്റിയിട്ട് സിംഗിൾ കോട്ടിലേക്ക് മാറുക. ഓക്കെ, അതിനുശേഷം ഉള്ളിലിരിക്കുന്ന കണ്ടന്റിന്റെ അകത്ത് നമ്മൾ ഡബിൾ കോട്ട്സ് ഉപയോഗിക്കാം. ഇവിടെയും ഡബിൾ കോട്ട്സ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ ഡബിൾ കോട്ട്സ് ഉപയോഗിക്കാം, സേവ് ചെയ്യാം. ഇങ്ങനെ സേവ് ചെയ്യുമ്പം നമുക്കിപ്പോൾ ഡബിൾ കോട്ട്സും വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഒരു കോട്ടിന്റെ അകത്ത് കോട്ട്സിന്റെ, അതായത് സിംഗിൾ ഡബിൾ എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് കോട്ട്സ് ഉപയോഗിക്കാം. ഇനി സിംഗിളും ഡബിളും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ടീച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ അല്ല, നമ്മളിപ്പോൾ സ്ട്രിംഗ് ഡാറ്റ ടൈപ്പിനെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൂളിയൻ ഡാറ്റ ടൈപ്പിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ഇതാണ് ബൂളിയൻ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂസ് ഉള്ളൂ. ട്രൂ എന്ന് പറഞ്ഞ ഉണ്ട്, അതുപോലെ തന്നെ ഫാൾസ് എന്ന് പറഞ്ഞത് ഉണ്ട്. ഓക്കെ, സോ ഇത് രണ്ടും ഡാറ്റ ടൈപ്പ്. ജസ്റ്റ് വേരിയബിൾ നെയിം ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം. ട്രൂ ഓർ ഫാൾസ് എന്ന് മാത്രമേ ബൂളിയൻ ഡാറ്റ ടൈപ്പ് ഉള്ളൂ. പക്ഷെ പ്രോഗ്രാം ലോജിക്കലി ഈ ബൂളിയൻ ഡാറ്റ ടൈപ്പ് ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണ പ്രോഗ്രാമിന്റെ അകത്ത് നമ്മൾ ബൂളിയൻ ഒരുപാട് എഴുതാറില്ലെങ്കിലും ലോജിക്കൽ സൈഡിൽ ഈ ബൂളിയൻ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പം if else സ്റ്റേറ്റ്മെന്റിന്റെ ഒക്കെ ലോജിക് എന്ന് പറയുന്നത് ബൂളിയൻ ഡാറ്റ ടൈപ്പ് തന്നെയാണ്. ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ട്രൂ ആകുന്നത് വരെ if അകത്തുള്ള കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ എൽസിന്റെ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അത് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത ഡാറ്റ ടൈപ്പാണ് നൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്.
സോ നൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഇന്റേണൽ ആബ്സെൻസ് ഓഫ് ദാറ്റ് എനി ഒബ്ജക്റ്റ് എന്നാണ്. അതായത് സോ നൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് അതായത് ആബ്സെൻസ് ഓഫ് വാല്യൂ ആണ്. അതായത് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും തന്നെ ഇല്ല, കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണ്. അതായത് വാല്യൂബിൾ എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ അകത്ത് ഇല്ല, ഇല്ലെങ്കിൽ വാല്യൂ ഇല്ല എന്നാണ് നൾ ഡാറ്റ ടൈപ്പിന്റെ ഉപയോഗം എന്നുള്ളത്. അത് പക്ഷേ നമ്മൾ ഈ കൺസോൾ ഡോട്ട് ലോഗ് ഇപ്പോൾ ഉദാഹരണത്തിന് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞ കാര്യത്തിൽ ആക്ച്വലി അവിടെ വാല്യൂസ് ഉണ്ട്. അതായത് ഇങ്ങനത്തെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന് വാല്യൂസ് ഒന്നും തന്നെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് ഞാനിവിടെ ഈക്വൽ ടു കൊടുത്തിട്ട് സ്ട്രിങ് കൊടുത്തിട്ടില്ല, നമ്പേഴ്സ് കൊടുത്തിട്ടില്ല, ബൂളിയൻസ് കൊടുത്തിട്ടില്ല, അറേസ് കൊടുത്തിട്ടില്ല. അപ്പം അത്തരം സാഹചര്യങ്ങൾ എന്താണ്, അവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസോൾ ഡോട്ട് ലോഗ് നമ്മൾ ജസ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അതായത് വേരിയബിൾ നെയിം ആണ് ഇവിടെ ഞാൻ വാല്യൂ എന്ന് കൊടുത്തിട്ടുള്ളത്, എന്നിട്ട് അത് പ്രിന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വരിക, നൺ അൺഡിഫൈൻഡ് എന്നായിരിക്കും വരിക. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലോ ഇവിടെ നൾ എന്നായിരിക്കും വരിക. ഓക്കെ, ഉദാഹരണത്തിന് ഇവിടെ നൾ എന്ന് തന്നെ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇത് നിങ്ങൾ ജസ്റ്റ് സ്വന്തമായിട്ടൊന്ന് ടൈപ്പ് നോക്കാം, വേരിയബിൾ എന്ന് പറഞ്ഞ് കൊടുക്കാം, എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക, എന്നിട്ട് അതിന്റെ വാല്യൂ കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഈ ഡാറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു നോക്കിയാൽ മതി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ്. അതുപോലെ തന്നെ നൾ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ്. ഇനി പല ആളുകൾക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ് നണ്ണും ഈ അൺഡിഫൈൻഡും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്. ഇവിടെ നൾ എന്ന് പറഞ്ഞ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നൾ എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ വേരിയബിളിന് ഡാറ്റ എന്ന് പറഞ്ഞ ഒരു നെയിം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ നൾ എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ ആക്ച്വലി അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതായത് ഈക്വൽ ടു സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നള്ളില് നമ്മൾ വാല്യൂ എന്താണ് ചെയ്യുന്നത്, അസൈൻ ചെയ്ത്, അതായത് നൾ എന്ന് പറഞ്ഞൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ ഡാറ്റ വേരിയബിൾ എന്ന് പറഞ്ഞ ഡാറ്റയ്ക്ക് പ്രത്യേകിച്ച് ഡാറ്റ ടൈപ്പുകൾ ഒന്നും തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളതില്ല. അതായത് സ്ട്രിങ്, നമ്പേഴ്സ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ കൊടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് നൾ എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി പക്ഷേ ഈ അൺഡിഫൈൻഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ നമ്മൾ അസൈൻ ചെയ്ത് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അസൈൻ ചെയ്ത് കൊടുക്കാതെ തന്നെ ഡീഫാൾട്ട് ആയിട്ട് ജാവാ സ്ക്രിപ്റ്റ് ഇതിന് കൊടുത്തിരിക്കുന്ന വാല്യൂ ആണ് അൺഡിഫൈൻഡ് എന്നുള്ളത്. അതായത് നമ്മൾ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല, അസൈൻമെന്റ് ഓപ്പറേറ്റർ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഡീഫാൾട്ട് ആയിട്ട് ഇതിന് കൊടുത്തിരിക്കുന്ന കാര്യമാണ് അൺഡിഫൈൻഡ് എന്നുള്ളത്. ഓക്കെ, ഇനി ഈ നൾ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ഒരു പ്രിമിറ്റീവ് വാല്യൂ ആണ്. അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഒരു ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ, നൾ എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രിമിറ്റീവ് വാല്യൂ ആണ്. നള്ളിനെ നമ്മൾ ഒരു പ്രിമിറ്റീവ് വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാല്യൂ ആണ്, അതോടൊപ്പം തന്നെ ഇതൊരു ഡാറ്റ ടൈപ്പ് കൂടിയാണ്. ഓക്കെ, അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞത് ഒരു ഡാറ്റ ടൈപ്പും കൂടെ ആണ്. അതാണ് അൺഡിഫൈൻഡും നള്ളും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. CSS നമ്മൾ കമ്പാരിസനെ കുറിച്ചൊക്കെ പഠിക്കുന്നതായിരിക്കും. ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ കമ്പാരിസനെ കുറിച്ചൊക്കെ പഠിക്കുന്നതായിരിക്കും. സോ അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നള്ളും അൺഡിഫൈൻഡും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് ഈക്വൽ ആയിരിക്കില്ല. ഓക്കെ, നള്ളും അൺഡിഫൈൻഡും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നള്ളും അൺഡിഫൈൻഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് രണ്ടും ഡിഫറെന്റ് ആണ്, രണ്ടും ഈക്വൽ അല്ല. ഇവിടെ നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആ ഡാറ്റ ടൈപ്പ് ആണ് നൾ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല, അതിന്റെ പേരാണ് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, പക്ഷെ നള്ളിൽ നമ്മൾ ആക്ച്വലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഒരു ഡാറ്റ ടൈപ്പിനെ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്ത് ഡാറ്റ ടൈപ്പാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, നൾ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്ട്രിങ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു, അതുപോലെ തന്നെ നമ്പേഴ്സ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ നൾ എന്ന് പറഞ്ഞ വാല്യൂ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അൺഡിഫൈൻഡ് നമ്മൾ ഒന്നും തന്നെ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, സോ അതാണ് നള്ളും അൺഡിഫൈൻഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്ട് ഡാറ്റ ടൈപ്പ് ആണ്. ഒബ്ജക്ട് ഡാറ്റ ടൈപ്പ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് കേർലി ബ്രാക്കറ്റിന്റെ അകത്തായിരിക്കും. ഓക്കെ, കേർലി ബ്രാക്കറ്റിന്റെ അകത്തായിരിക്കും. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവിടെ ഞാൻ സ്ട്രിങ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഏജിൽ ഞാൻ നമ്പർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഈ സ്റ്റുഡന്റ് എന്നുള്ളത് എന്താണ് ട്രൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുന്നത് എന്ത് ഡാറ്റ ടൈപ്പാണ്, ബൂളിയൻ ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, സോ ബൂളിയൻ ഡാറ്റ ടൈപ്പ് ആണ്. അപ്പം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു നട്ടെല്ല് പറയുവാണെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ ടൈപ്പ് ആണ്. കളക്ഷൻ ഓഫ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പല ഡാറ്റ ടൈപ്പുകൾ നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ അകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. നെയിം എന്ന് പറഞ്ഞത് സ്ട്രിങ് ഉപയോഗിച്ചിരിക്കുന്നു, അതുപോലെ ഏജ് എന്ന് പറഞ്ഞിട്ട് നമ്പർ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് ട്രൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എഴുതുന്ന പറഞ്ഞാൽ ഒരു കീ വാല്യൂ പെയർ ആണ്. ഓക്കെ, ഈ നെയിം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ സ്റ്റുഡന്റ് ആയിട്ടല്ല നമ്മൾ സ്ട്രിങ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിലും ഇതിനെ നമുക്ക് യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അതായത് ഞാനിപ്പം
വി ആർ പേഴ്സൺ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പേഴ്സൺ ഒബ്ജക്റ്റിന്റെ അകത്ത് എന്തെങ്കിലും പെർട്ടിക്കുലർ വെറുതെ ഡാറ്റ ടൈപ്പ് ജോൺ 25 ട്രൂ എന്ന് പറഞ്ഞാൽ എന്താണ് ജോൺ എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു കീ വാല്യൂ പെയർ ആണ്. ഓക്കെ, സോ ഈ നെയിം എന്ന് പറയുന്നത് കീ ആണ്. അതുപോലെ തന്നെ ഏജ് എന്ന് പറഞ്ഞ് താഴെ എഴുതിയിരിക്കുന്ന ഏജ് എന്ന് പറഞ്ഞൊരു കീ ആണ്. അതുപോലെ തന്നെ ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്നതും കീ ആണ്. ഓക്കെ, ഇതൊരു കീ ആണ്. അതുപോലെ തന്നെ ഈ കീയുടെ വാല്യൂ ആണ് എന്താണ് ജോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏജ് എന്ന് പറയുന്ന കീയുടെ വാല്യൂ ആണ് 25 എന്ന് പറയുന്നത്. ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന കീയുടെ വാല്യൂ ആണ് ട്രൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യങ്ങളുണ്ട്. ഓരോ കീ വാല്യൂ പെയറും, അതായത് അവസാനത്തേത് ഒഴിച്ച് ഓരോ കീ വാല്യൂ പെയറും നമ്മൾ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇത് മൾട്ടിപ്പിൾ ലൈൻസ് എഴുതണം എന്നുള്ള റൂൾസ് ഒന്നുമില്ല. നമുക്ക് ഒരേ ലൈനിൽ തന്നെ എഴുതി പോകാവുന്നതാണ്. പക്ഷെ ഇത് കോമ മസ്റ്റ് ആയിട്ടാണ്. ഓരോ കീ വാല്യൂ പെയർ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കോളൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കണം. അതായത് ഇവിടെ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ ഇവിടെ കോളം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏജന്റ് ഇവിടെയും കോളം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സ്റ്റുഡന്റിലും കോളം കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇതുപോലെ കോളം ഇട്ട് ഓരോന്നെ സെപ്പറേറ്റ് ചെയ്തിരിക്കണം. കോമ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കേണ്ട കാര്യമാണ്. കോമ ഇടാൻ മറക്കരുത്. ഓക്കെ, ഈ കോളൻ ഇവിടെ നമ്മൾ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് എറർ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് കോളൻ നമ്മൾ മസ്റ്റ് ആയിട്ടും ഇട്ടിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ കോമ ഇടാനും മറക്കരുത്. പിന്നെ നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇവിടെ നമ്മൾ പാരാന്തസിസ് അല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കോളൻ, അതായത് ഇവിടെ നമ്മൾ ലാസ്റ്റിൽ ഉപയോഗിക്കുന്ന സെമി കോളൻ ഉപയോഗിക്കണം. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കേർലി ബ്രാക്കറ്റ് ആണ്. ഓക്കെ, പാരാന്തസിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാധാരണ ബ്രാക്കറ്റ് ആണ്. കേർലി ബ്രാക്കറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ ഒരു കേർലി ബ്രാക്കറ്റ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, പാരാന്തസിസ് ഉപയോഗിക്കാൻ പാടില്ല. അറേയും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ സാധാരണ ഇന്റർവ്യൂസ് ചോദിക്കാറുണ്ട്. ഏകദേശം എല്ലാം സെയിം ആയിട്ടിരിക്കുന്നതുകൊണ്ട് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അറേ ഞാൻ കാണിച്ചു തരുവാണെങ്കിൽ ഇവിടെയാണ് അറേ. നിങ്ങൾക്ക് ഇവിടെ അറേ കാണാൻ സാധിക്കും. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും എല്ലാം ഒരേ ഡാറ്റ ടൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള എല്ലാ നമ്പേഴ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഒബ്ജക്റ്റിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? കോമ്പിനേഷൻ ആണ്. അതായത് ഇവിടെ ആദ്യം നമ്മൾ സ്ട്രിംഗ് ഉപയോഗിക്കുന്നു, പിന്നെ നമ്പേഴ്സ് ബൂളിയൻ എന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. പക്ഷെ അറേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേ സെയിം ടൈപ്പ് ഓഫ് ഇത് രണ്ട് ഡിഫറെന്റ് അറേസ് ആണ്. ആദ്യത്തെ അറേ നമ്പേഴ്സ് എന്ന് പറഞ്ഞ അറേയാണ്. അറേ നമ്മൾ എപ്പോഴും ഇടുന്നത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്തായിരിക്കും. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്താണ് അറേസ് ഇടേണ്ടത്. അതുപോലെ 1 2 3 എന്ന് പറഞ്ഞ കോമ ഇട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാം തന്നെ അറേസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ എല്ലാ കാര്യത്തിലും സ്ട്രിങ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സ് ഉപയോഗിച്ചിരിക്കണം. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ അറേ ക്രിയേറ്റ് ചെയ്യുമ്പം മൾട്ടിപ്പിൾ സിംഗിൾ കോട്ട് അല്ലെങ്കിൽ ഡബിൾ കോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ട്രിങ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ നമുക്ക് ബോളിനെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുപോലത്തെ കാര്യങ്ങളാണ് അറേ. ഓക്കെ, സോ അറേയും ഇതുപോലെ ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീ വാല്യൂ പെയറായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റിന് വേറൊരു യൂസും കൂടി ഉണ്ട്. നമ്മൾ ജെയ്സൺ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം അതിന്റെ അകത്തേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും അതിന്റെ ഡാറ്റ ഡയറക്റ്റ് ആയിട്ട് ഗെറ്റ് ചെയ്യാനും ഒബ്ജക്റ്റ് ആണ് നമ്മൾ ആദ്യം ഇനീഷ്യലി യൂസ് ചെയ്യാറ്. ഓക്കെ, അതിനുശേഷം ഇതിന്റെ ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസ് നമുക്ക് കിട്ടണമെങ്കിൽ നെയിം എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഈ ജോൺ പ്രിന്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഏജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 25 പ്രിന്റ് ആവുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ വാല്യൂസ് നമുക്ക് പ്രിന്റ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ പ്രിന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്നതാണ്. ഈ ഒരു അറേ നെയിം മാത്രം ഉപയോഗിച്ചാൽ മതിയായിരിക്കും. ഓക്കെ, നമുക്ക് ഇനി ഒബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി HTML പേജിന്റെ അകത്ത് ഉപയോഗിക്കേണ്ട ഡയറക്റ്റ് ആയിട്ട് ജാവാസ്ക്രിപ്റ്റിൽ തന്നെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു വേരിയബിൾ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ഡാറ്റ ടൈപ്പിൽ നിങ്ങൾ തന്നെ വാല്യൂസ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ഇതിനു മുമ്പേ console.log ഉപയോഗിച്ചിട്ട് പ്രിന്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ട് ഇതിന്റെ വാല്യൂസ് ഗെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം പേഴ്സൺ എന്ന് പറഞ്ഞു കൊടുക്കുവാണ്. ഓക്കെ, സോ എന്നിട്ട് ഇതിന് അസൈൻമെന്റ് ഓപ്പറേറ്റർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് പേഴ്സൺ ഇതിങ്ങനെ അയച്ചിട്ട് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഇതിന് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ ഷോർട്ട് ഹാൻഡ് എഴുതുന്ന പോലെ എഴുതാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇതിന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയും നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്ന കേർലി ബ്രാക്കറ്റ് ആണ്. ഇത് പാരാന്തസിസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് നമ്മൾ അറേസിന് ഉപയോഗിക്കുന്നത്. ഒബ്ജക്റ്റിൽ നമ്മൾ കേർലി ബ്രാക്കറ്റ് ആയിരിക്കും ഉപയോഗിക്കാം. ഓക്കെ, സോ കേർലി ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. എന്നിട്ട് ഇതിന്റെ അകത്ത് ഒരു കീ വാല്യൂ പെയറിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, കീ വാല്യൂ പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നെയിം എന്ന് പറഞ്ഞൊരു കീ ആണ്. നെയിം കീ ഓരോ കീ എഴുതി കഴിഞ്ഞ് നമ്മൾ അതിന്റെ അകത്ത് കോളൻ ഇടുക. അതിനുശേഷം വാല്യൂ സ്ട്രിംഗ് ആണെങ്കിൽ നമ്മളിപ്പോഴും ഡബിൾ കോട്ടോ സിംഗിൾ കോട്ടോ ഉപയോഗിക്കണം. ഓക്കെ, ജോൺ എന്ന് പറഞ്ഞ ഒരു കീ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത കീ എഴുതുന്നതിന് മുമ്പ് നമ്മൾ കോമ ഇടണം. കോമ മസ്റ്റ് ആണ്, കോമ മറക്കാൻ പാടില്ല. അറേസിന്റെ അകത്ത് നമ്മൾ കോമ ഉപയോഗിക്കണം. ഓരോ ഐറ്റം കഴിഞ്ഞും അറേസിന്റെ അകത്ത് നമ്മൾ കോമ ഉപയോഗിക്കണം. പക്ഷെ ഇതിന്റെ അകത്ത് നമ്മളൊരു കീ വാല്യൂ പെയർ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് കീ എന്ന് പറഞ്ഞ ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. നെയിം എന്ന് പറഞ്ഞൊരു കീ ആണ്. ഓക്കെ,
അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് നെയിം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു നെയിം ഉപയോഗിച്ച് തന്നെ പേഴ്സിൻ്റെ അകത്ത് കുറേ കണ്ടന്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ജോൺ, അതുപോലെ തന്നെ ഒരുപാട് കണ്ടന്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നെസ്റ്റഡ് ഒബ്ജക്റ്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നീട് പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് മാത്രം പഠിച്ചു വെക്കാം. എന്നിട്ട് ഏജ് എന്ന് പറഞ്ഞ അടുത്ത വാല്യൂ കൊടുക്കുക. ഏജ് എന്ന് പറഞ്ഞതും കീ ആണ്, അപ്പം നമ്മൾ കോളൻ ഇടണം. എന്നിട്ട് നമ്പേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ 23 അങ്ങനെ നമ്പേഴ്സ് സാധാരണയായിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിന്റെ ശേഷം നമ്മൾ കോമ ഇടുക. വീണ്ടും അടുത്ത വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വാല്യൂ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, ട്രൂ ഓർ ഫാൾസ് എനിക്ക് ഇഷ്ടമുള്ള കൊടുക്കാവുന്നതാണ്. ഫാൾസ് കൊടുത്താലും കറക്റ്റ് ആണ്. ഓക്കെ, ഇതിന്റെ അകത്ത് നമ്മൾ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഈ കംപ്ലീറ്റ്ലി ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പേഴ്സൺ സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ ഉള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യുമ്പോൾ എന്ത് നമ്മൾ ആഡ് ചെയ്യണം? സെമി കോളൻ ആഡ് ചെയ്യേണ്ടതാണ്. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സാധാരണ അവസാനം ഇത് അതായത് ജാവാസ്ക്രിപ്റ്റിന്റെ അവസാനമാണെങ്കിൽ സെമി കോളൻ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ CSS നമ്മൾ പ്രോപ്പർട്ടി ചെയ്തപ്പം എന്തെങ്കിലും സ്റ്റൈൽ പ്രോപ്പർട്ടി, ഇപ്പൊ ഞാനിപ്പം ഒരു ഹാഷ് എടുത്തിട്ട് ID എന്ന് എഴുതിയിട്ട് ഓക്കെ ഒരു നെയിം എഴുതിയിട്ട് ഇങ്ങനെ പ്രോപ്പർട്ടീസ് ചെയ്തോ എന്ന് വിചാരിക്കാം. അപ്പം ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഞാനിപ്പോൾ റെഡ് എന്ന് കൊടുക്കുവാണ്. ഓക്കെ, സാധാരണ ഇത് ജാവാസ്ക്രിപ്റ്റ് ആണ്, സോറി. കളർ എന്ന് എഴുതിയിട്ട് ഞാൻ ജസ്റ്റ് റെഡ് എന്ന് കൊടുക്കുവാണ്. ഓക്കെ, ഇതുപോലെ നമ്മൾ റെഡ് കൊടുത്ത് ഇങ്ങനെ കളർ അവസാനത്തെ പ്രോപ്പർട്ടി ഒരൊറ്റ കളർ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലാസ്റ്റ് നമ്മൾ സെമി കോളൻ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ ഇങ്ങനെ തന്നെ നമുക്ക് വിടാം. ഓക്കെ, പക്ഷെ വീണ്ടും ഒരു സ്റ്റൈൽ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ, അതായത് ഇതിന്റെ പുറകിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുണ്ടായിരിക്കണം? ഇവിടെ മസ്റ്റ് ആയിട്ട് സെമി കോളൻ ഇട്ടിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെയാണ് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഇത് അവസാനമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ, ഞാൻ ആക്ച്വലി CSS ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പൊ ചില സ്ഥലത്ത് നിങ്ങൾ കോഡ് ഇതുപോലെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും അത് തെറ്റായിരിക്കും എന്ന് വിചാരിക്കും, പക്ഷെ അത് തെറ്റല്ല. അതുകൊണ്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവിടെ ഞാൻ അവസാനമാണ് ഉള്ളത് കൊണ്ട് സെമി കോളൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ താഴത്തെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് എഴുതുന്നുണ്ടെങ്കിൽ സെമി കോളൻ മസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കണം. ഓക്കെ, പൈത്തൺ ആണെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂ നമുക്ക് വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ പൈത്തണിൽ ഓരോ ലൈനും മസ്റ്റ് അതിന്റെ സിൻഡെക്സ് നോക്കുന്നതാണ്. ആവശ്യമില്ലാതെ ഇവിടെ കുറച്ച് സ്പേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എറർ ആയിട്ട് കാണിക്കും. ഓക്കെ, പക്ഷെ ജാവാസ്ക്രിപ്റ്റിൽ അങ്ങനെയല്ല. ഓരോ സ്റ്റേറ്റ്മെന്റിന്റെയും എൻഡ് കണ്ടുപിടിക്കാനായിട്ട് പ്രോഗ്രാം ഉപയോഗിക്കണം. കാരണം പ്രോഗ്രാമിന് പ്രത്യേകിച്ച് ലോജിക് ഒന്നുമില്ല. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അതേപോലെ എക്സിക്യൂട്ട് ചെയ്യുന്നതല്ലാതെ ഇത് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, പേഴ്സൺ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് എന്നൊന്നും കണ്ടുപിടിക്കാനുള്ള ലോജിക് അതിനില്ല. ഓക്കെ, സോ ഇത് യൂസ് ചെയ്യുന്ന ലോജിക് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിന്റെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചില റൂൾസ് ഉണ്ട്. ആ റൂൾസിനെ ഫോളോ ചെയ്തിട്ടാണ് ഇതിന്റെ കമ്പൈലേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ആ കമ്പൈലർ ഈ ഒരു പ്രോഗ്രാമിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം എത്തിയെന്ന് കണ്ടുപിടിക്കുന്നത് ഈ ഒരു സെമികോളൻ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സെമികോളൻ ഇട്ടില്ലെങ്കിൽ കമ്പൈലർ വിചാരിക്കും ഇതിന്റെ ലൈനിന്റെ അകത്ത് ഫർദർ ആയിട്ട് ഇനി എന്തോ കുറെ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ എന്തോ കമാൻഡ്സ് ഒക്കെ യൂസർ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതിന്റെ എൻഡ് ആയിട്ടില്ല, അതുകൊണ്ട് ഇതും കൂടെ ഒരുമിച്ച് അങ്ങനെ സ്കാൻ ചെയ്യും. അങ്ങനെ സ്കാൻ ചെയ്താൽ അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സ്കാൻ ചെയ്യും. അതായത് ഇത് മുഴുവനായിട്ട് ഒറ്റ പേഴ്സണിന്റെ ഇതായിട്ട് സ്കാൻ ചെയ്യും. നമ്മളിവിടെ പേഴ്സൺ ഇവിടെ സ്പേസ് ഇടാതെ രണ്ടാമത്തെ ലൈനിലേക്ക് പോയിട്ടുണ്ടെങ്കിലും പേഴ്സൺ എന്ന് പറഞ്ഞ് ഇങ്ങനെ വരും. അപ്പോൾ അത് ആക്ച്വലി എറർ ആയിട്ടായിരിക്കും കാണിക്കുക. ഓക്കെ, ഇവിടെ പേഴ്സൺ ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് പോകും. ഓക്കെ, അങ്ങനെ ആയി കഴിഞ്ഞാൽ അത് എറർ ആയിട്ടായിരിക്കും വരുന്നത്. നമ്മൾ സാധാരണ ടൈപ്പിൽ ചെയ്യുമ്പോൾ അങ്ങനത്തെ എറർ ഒന്നും വരാറില്ല. അത് ബ്രൗസർ ടു ബ്രൗസർ ഡിപെൻഡന്റും ആണ് അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ. സോ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിന്റെ അവസാനത്തെ ലൈനിൽ നമ്മൾ കോളൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എങ്കിലും നമ്മൾ അത് ഇട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, സോ അപ്പൊ ഞാനിവിടെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇത് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഔട്ട്പുട്ട് ഒന്നും തന്നെ വരത്തില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഔട്ട്പുട്ടും വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഔട്ട്പുട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കണ്ടേ? console.log എന്ന് ഉപയോഗിക്കണം. ഓക്കെ, ഇവിടെ console.log എന്ന് ഉപയോഗിക്കാം. ലോഗ് എന്ന് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് പേഴ്സൺ എന്ന് ഉപയോഗിച്ച് നോക്കാം. ഓക്കെ, പേഴ്സൺ എന്ന് പറഞ്ഞ നെയിം കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സേവ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. സ്റ്റാർട്ടേക്ക് വരുമ്പം ആ ഒരു ഒബ്ജക്റ്റ് മുഴുവനായിട്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് അല്ലേ? ഒരു ഒബ്ജക്റ്റ് മുഴുവനായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇതിന്റെ കേർലി ബ്രാക്കറ്റ് മുതൽ ഇതിന്റെ അവസാനം വരെ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ നെയിം മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡോട്ട് ഇട്ടിട്ട് നെയിം എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ നെയിം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സേവ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഡോട്ട് ഇട്ടിട്ട് നെയിം എന്ന് കൊടുത്തതുകൊണ്ട് ആ ജോൺ എന്ന് മാത്രമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് ഒബ്ജക്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ വാല്യൂസ് ഇങ്ങനെ കൊടുത്തിട്ട്
അതിൽ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സ്റ്റുഡന്റ് എന്ന് കൊടുക്കാം. ഓക്കെ, സ്റ്റുഡന്റ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വരുന്നതാണ്. സേവ് ചെയ്ത് നമുക്കൊന്നുകൂടെ റൺ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ട്രൂ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഏജ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കൊടുത്തു നോക്കാം. നമ്മൾ അതായത് പേഴ്സൺ, അതായത് ആ വേരിയബിൾ നെയിം, അതല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ നെയിമാണ്. വേരിയബിൾ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ആണ് ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊരു ഒബ്ജക്റ്റിന്റെ നെയിമാണ്. അതിനുശേഷം അതിന്റെ കീ ഡോട്ട് ഇട്ടിട്ട് കീ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, ജോൺ എന്ന് കൊടുത്തിട്ടുള്ളത് എന്താണ്, അതിന്റെ വാല്യൂ ആണ്. കീ ഡോട്ട് ഇട്ടിട്ട് നമ്മൾ കീ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്, അതിന്റെ വാല്യൂസ് ആയിരിക്കും നമുക്ക് പ്രിന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഒബ്ജക്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ ജെയ്സൺ വാല്യൂസ്, ഞാൻ ജെയ്സനെ കുറിച്ച് ഇപ്പോൾ തന്നെ പറയുന്നത് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും യൂസ് ചെയ്യുന്ന കാര്യമാണ്. ഇനീഷ്യലി ജാവാസ്ക്രിപ്റ്റിന് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്താണെങ്കിലും ജെയ്സൺ എന്താണെന്ന് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. അതിന്റെ സ്ട്രക്ചറും ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പൈത്തൺ എടുത്താലും ജാവാസ്ക്രിപ്റ്റ് എടുത്താലും ജാവ എടുത്താലും C#, C++ ഏത് ലാംഗ്വേജ് എടുത്താലും അതിനകത്ത് ജെയ്സൺ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഈവൻ ആൻഡ്രോയിഡ് പ്രോഗ്രാമിൽ, വിൻഡോസ് പ്രോഗ്രാമിൽ എല്ലാത്തിലും ജെയ്സൺ ഉണ്ട്. ഇപ്പം ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ ആണ് ജെയ്സന്റെ സ്പെല്ലിംഗ്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ, ജെയ്സന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പം അതിൽ തന്നെ ജാവാസ്ക്രിപ്റ്റിനൊന്നും ഉണ്ട്, പക്ഷെ ഇപ്പോൾ എല്ലാ ലാംഗ്വേജുകളും അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, കാരണം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും പെർമനന്റ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനൊക്കെയാണ്. നേരത്തെ നമ്മൾ XML ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പൊ ജെയ്സൺ കുറച്ചും കൂടി എളുപ്പമാണ്. എല്ലാ ലാംഗ്വേജുകളും സപ്പോർട്ട് വരുന്ന കാരണമുണ്ട് ജെയ്സൺ ആണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേഴ്സൺ എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്, ഇതിന്റെ നെയിം ആണ്, വേരിയബിളിന്റെ നെയിം ആണ്. ഇവിടെ നമുക്ക് അസൈൻമെന്റ് ഓപ്പറേറ്റർ B=to എടുത്തിട്ടും എഴുതാൻ സാധിക്കും, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ. ഓക്കെ, B=to ഇട്ടിട്ട് ഈ ഒരു പേഴ്സൺ വാല്യൂ കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് എഴുതാം. വേരിയബിൾ പേഴ്സൺ =to എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാം, നമ്മൾ സ്ലൈഡിൽ കണ്ട പോലെ. അതുപോലെ നമുക്ക് ഇതുപോലെയും ഡിഫറെന്റ് ആയിട്ടും എഴുതാൻ സാധിക്കും. ഇഷ്ടമുള്ള പോലെ പല ഡിഫറെന്റ് സ്റ്റൈൽസും നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഓരോ സിൻഡെക്സും കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അത് ഷോർട്ട് ആക്കാൻ പറ്റുമെന്ന് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, കാരണം ഇത് റിപ്പീറ്റേഷനിലൂടെ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാ കാര്യങ്ങളും മെമ്മറൈസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ ആകാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. കാരണം റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ സ്വന്തമായിട്ടൊന്ന് ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് തോന്നുന്ന ഐഡിയാസ് ഒക്കെ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് നമുക്കൊന്നും ഇഷ്ടപ്പെടാനില്ലല്ലോ, അതുകൊണ്ട് വെറുതെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, മേ ബി കുറെ ഷോർട്ട് ഹാൻഡ് ടൈംസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത് വെച്ചിട്ട്. ഓക്കെ, എനിവേ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സിൻഡെക്സ് അതുപോലെ കാണിച്ചു തന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്പ്, ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് അറേസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അറേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് വേരിയബിൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ നമ്പേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ കാര്യത്തിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അറേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം നമുക്ക് ജെയ്സൺ ആണെങ്കിൽ ജെയ്സൺ ഡാറ്റ ടൈപ്പ് അതല്ലെങ്കിൽ ഒബ്ജക്ട് ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ പേഴ്സൺ ഡോട്ട് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജോൺ പ്രിന്റ് ആവും. ഓക്കെ, ഇനി അറേസിലാണെങ്കിൽ ഇവിടെ അറേസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറേസ് അതേപോലെ തന്നെ പ്രിന്റ് ചെയ്യും. അതായത് നമ്പേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് നമ്പേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രിന്റ് ആവുന്നത്, ഈ കംപ്ലീറ്റ് നമ്പേഴ്സും പ്രിന്റ് ആവും. ഓക്കെ, അതുപോലെ തന്നെ കൺസോൾ ഡോട്ട് ഫ്രൂട്ട്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ഫ്രൂട്ട്സും പ്രിന്റ് ആവും. പക്ഷെ എനിക്ക് ഈ ഓറഞ്ച് മാത്രം പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കുക, ഓറഞ്ച് മാത്രമായിട്ട് പ്രിന്റ് ചെയ്യുക. ഇതിന് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ലല്ലോ, കീയും വാല്യൂസും ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, സോ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഓറഞ്ച് മാത്രം പ്രിന്റ് ചെയ്യണം. അങ്ങനെയുള്ള സാഹചര്യം നമ്മൾ എങ്ങനെയാണ് ഓറഞ്ച് പ്രിന്റ് ചെയ്യുക? ഓക്കെ, സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അറേസിൽ ഓരോ ഐറ്റത്തിനും ഇൻഡെക്സ് നമ്പർ ഉണ്ട്. ഓക്കെ, ഇൻഡെക്സ് നമ്പർ ഉണ്ട്. ഇൻഡെക്സ് നമ്പർ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നായിരിക്കും. ഈ ജാവാസ്ക്രിപ്റ്റിൽ മാത്രമല്ല, നമ്മളിപ്പോൾ പറഞ്ഞ ഡാറ്റ ടൈപ്സിൽ ഒട്ടുമിക്ക എല്ലാ ഡാറ്റ ടൈപ്പും, അതായത് സിമ്പിൾ പോലത്തെ ഡാറ്റ ടൈപ്പ് എല്ലാ ലാംഗ്വേജിലും ഇല്ല, ബാക്കിയുള്ള എല്ലാ ഡാറ്റ ടൈപ്പും ഒട്ടുമിക്ക എല്ലാ ലാംഗ്വേജിലും, പൈത്തൺ എടുത്താലും C++ എടുത്താലും എല്ലാത്തിലും ഉണ്ട്, C# എടുത്താലും ഉണ്ട്, ജാവ എടുത്താലും ഉണ്ട്. അങ്ങനെ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും ഈ ഡാറ്റ ടൈപ്സ് എല്ലാം ഉണ്ട്. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഇവിടെ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മറ്റ് ലാംഗ്വേജിലേക്ക് ഡാറ്റ ടൈപ്പിലേക്ക് പോകണ്ട. അതുപോലെ തന്നെ നെസ്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ലാംഗ്വേജിൽ നമ്മൾ ജസ്റ്റ് അതിന്റെ സിൻഡെക്സ് മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇതെല്ലാം എല്ലാ ലാംഗ്വേജിലും യൂണിവേഴ്സൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. അപ്പൊ ഇത് ഇവിടെ പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അടുത്ത ലാംഗ്വേജസ് ഒക്കെ പഠിക്കുമ്പോൾ. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഓരോ കാര്യത്തിനും ഇൻഡെക്സ് നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഇൻഡെക്സ് നമ്പർ എപ്പോഴും തുടങ്ങുന്നത് 0-ൽ നിന്നായിരിക്കും. അപ്പം 1ന്റെ ഇൻഡെക്സ് നമ്പർ ഏതായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ തന്നെ 2ന്റെ ഇൻഡെക്സ് നമ്പർ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ,
അതുപോലെ തന്നെ ആപ്പിളിന്റെ ഇൻഡെക്സ് നമ്പർ എത്രയായിരിക്കും? 0 ആയിരിക്കും. ബനാനയുടെ ഇൻഡെക്സ് നമ്പർ 1 ആയിരിക്കും. അതായത് നമുക്ക് ഇൻഡെക്സ് നമ്പറിന്റെ അവസാനത്തെ സംഖ്യ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ n-1 എന്ന് ഉപയോഗിച്ചാൽ മതി. അതായത് n എലമെന്റ് ഇതിന്റെ അകത്തുണ്ട്. n എന്ന് വെച്ചാൽ ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ 1, 2, 3 n എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ n-1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, സോ ഓറഞ്ചിന്റെ ഇൻഡെക്സ് നമ്പർ എത്രയാണ്? 2 ആണ്. ഓക്കെ, അതായത് 0, 1, 2. ഇനി ഇവിടുത്തെ ഇൻഡെക്സ് നമ്പർ നോക്കുവാണെങ്കിൽ 0, 1, 2, 3, 4 5 വരെ ഉണ്ടെങ്കിൽ 4 ആണ് ഇൻഡെക്സ് നമ്പർ. അതായത് ഇവിടെ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 5 വരെ എത്തും. പക്ഷെ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്തുമ്പോൾ 4 വരത്തുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെയാണ് അറേസിലെ. അപ്പം നമ്പേഴ്സ് ഓഫ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ എന്താണ് പ്രിന്റ് ആയിരിക്കുന്നത്? 2 ആയിരിക്കും പ്രിന്റ് ആവുന്നത്. ഓക്കെ, കാരണം 0, 1 നമ്പേഴ്സ് ഓഫ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 ആണ്. ഓക്കെ, അതിന്റെ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഇതിലെ പെർട്ടിക്കുലർ ഐറ്റം മാത്രം പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്കൊരു അറേ ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ, എങ്ങനെയാണ് അറേ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് ക്ലിയർ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഈ പേഴ്സൺ എന്ന സ്ഥലത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറേസ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈക്വൽ ടു കൊടുക്കുക. നമ്മളൊരു ഈക്വൽ ടു സൈൻ ഇടുക. അതിനുശേഷം നമ്മൾ അറേസ് എപ്പോഴും ടൈപ്പ് ഉണ്ട്. നമ്മളിപ്പം ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് കൊടുക്കുന്നത് എങ്ങനെയാണ്? കേർലി ബ്രാക്കറ്റ് ആണ്. ഓക്കെ, പക്ഷെ അറേസ് കൊടുക്കുമ്പോൾ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ഐറ്റവും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഐറ്റം നമ്മൾ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കണം. നമ്മൾ ഒബ്ജക്റ്റിൽ ചെയ്ത പോലെ തന്നെ ഇവിടെയും കോമ വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ പേഴ്സൺ എന്നുള്ളതിൽ ഞാൻ സ്ട്രിംഗ് ആണ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജോൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആഷിഖ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാഹുൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ ഞാനിവിടെ 3 നെയിംസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി പേഴ്സൺ എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് ജസ്റ്റ് റോ ആയിട്ട് പേഴ്സൺ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ ജെയ്സണിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ പേഴ്സൺ എന്ന വാല്യൂ മാത്രമായിട്ട് ഞാൻ പ്രിന്റ് ചെയ്യുവാണ്. പ്രിന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിന്റെ ഔട്ട്പുട്ട് കൊണ്ടുവരിക. ഓക്കെ, നേരത്തെ നമ്മൾ ജെയ്സണിൽ വന്ന പോലെ തന്നെ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ട് എൻറ്റയർ ഔട്ട്പുട്ട് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അകത്തൊരു ഇൻഡിവിജ്വൽ ഐറ്റം പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ ഇൻഡെക്സ് നമ്പർ ആണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ നമ്മൾ .1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്ച്വലി എറർ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇൻഡെക്സ് നമ്പർ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് അറേ ആണ്. ഓക്കെ, അറേ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഇടണം? സ്ക്വയർ ബ്രാക്കറ്റ് അതിൻ്റെ അകത്ത് ഇടണം. എന്നിട്ട് പേഴ്സൺ ഓഫ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ആഷിക് ആയിരിക്കും വരിക. ഓക്കെ, നമ്മൾ ജസ്റ്റ് സേവ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആഷിക് എന്ന് പറഞ്ഞ റിസൾട്ട് വരും. ഓക്കെ, സോറി, ഇവിടെ നമ്മൾ ഡോട്ട് ഇടേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഡോട്ട് ക്ലിയർ ചെയ്യാൻ മറന്നുപോയതാണ്. സോറി ഫോർ ദാറ്റ്. ഓക്കെ, ഇനി ഇപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും ആഷിക് എന്ന് പറഞ്ഞ റിസൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതുപോലെ തന്നെ അതായത് 0 ആണ് ജോണിന്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ആഷിഖിന്റെ ഇൻഡെക്സ് നമ്പർ എത്രയാണ്? 1 ആണ്. അതുപോലെ തന്നെ രാഹുലിന്റെ ഇൻഡെക്സ് നമ്പർ 2 ആണ്. ഓക്കെ, സോ ജോൺ എനിക്ക് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പേഴ്സൺ ഓഫ് 1 എന്ന് പറഞ്ഞു കൊടുത്താൽ 0 എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. 0 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സേവ് ചെയ്യാം. എന്നിട്ട് റൺ ചെയ്യാം. ഓക്കെ, ജോൺ എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതുപോലെ നിങ്ങൾ 1, 2, 3 ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്തേക്കാം. 1 ആണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നമ്മൾ നമ്പേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് നമ്പേഴ്സും കൂടി ഇട്ട് കാണിച്ചു തരാം. നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്താണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഞാൻ ജസ്റ്റ് 1, 2, 3, 4 വരെ കൊടുത്തിട്ടുണ്ട്. ഈ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 ആയിരിക്കും നമുക്ക് റിസൾട്ട് വരുന്നത്. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് 1 റിസൾട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് ഓരോ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചിട്ട് ഓരോ പെർട്ടിക്കുലർ വാല്യൂസിനെ പ്രിന്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ സാധാരണ ഒബ്ജക്റ്റും അറേസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഒബ്ജക്റ്റിന് നമ്മളിവിടെ ഡോട്ട് സിമ്പിൾ ഉപയോഗിക്കണം. ഡോട്ട് സിമ്പിൾ ഉപയോഗിച്ചിട്ട് ശേഷം ഒബ്ജക്റ്റിൽ എന്ത് കാര്യമാണോ അല്ലെങ്കിൽ അതിന്റെ കീ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ അറേസ് ഉപയോഗിക്കുമ്പം ഡോട്ട് ഇടേണ്ട ആവശ്യമില്ല. ഡോട്ട് ഇടാതെ തന്നെ ജസ്റ്റ് ആ ഒരു അറേ നമ്പർ കൊടുത്താൽ മാത്രം മതി. ഓക്കെ, സോ ഇതുപോലെയാണ് നമ്മൾ ഒബ്ജക്റ്റും അറേസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഒബ്ജക്റ്റും അറേസും തമ്മിലുള്ള ഡിഫറൻസിനേക്കാളും കൂടുതലായിട്ട് ചോദിക്കുന്നത് ഒബ്ജക്റ്റും സിമ്പിളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, സോ ഇതാണ് സിമ്പിൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. സിമ്പിൾ ഡാറ്റ ടൈപ്പ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. സിമ്പിൾ ഡാറ്റ ടൈപ്പിൽ നമ്മളിവിടെ ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു കീയും കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, VAR കീ എന്ന് കൊടുത്തിട്ട് ഒരു സിമ്പിൾ എന്ന് കൊടുത്തിട്ട് ഒരു യുണീക് കീ നമ്മൾ ഇവിടെ ആഡ് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു യുണീക് കീ വെച്ചിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ,
സോ ഇതാണ് ഒബ്ജക്റ്റും അതുപോലെ തന്നെ സിമ്പിൾ ഡാറ്റ ടൈപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ ഡാറ്റ ടൈപ്പ് അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇങ്ങനത്തെ യുണീക്ക് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ഡാറ്റ ടൈപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു കീ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ഞാനിവിടെ ഉപയോഗിക്കുന്ന VAR കീ എന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് കീവേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം, കീ എന്ന് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ സിമ്പിൾ എന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം നമ്മൾ എന്താണ് ഇവിടെ സിമ്പിൾ ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. സിമ്പിൾ എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇവിടെ സിമ്പിൾ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ യുണീക്ക് കീ, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ യുണീക്ക് ആയിട്ടുള്ള ഒരു കീ കൊടുക്കുക. ഓക്കെ, യുണീക്ക് കീ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്ന യുണീക്ക് കീ നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന യുണീക്ക് കീ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ആണ്. അതോടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്തു, അതുകൊണ്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ ഒബ്ജക്ട് ഡാറ്റ ടൈപ്പ് തന്നെയാണ് ആക്ച്വലി ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഒബ്ജക്ട് ഡാറ്റ ടൈപ്പിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു കീ യുണീക്ക് കീ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കും. ഓക്കെ, സോ നമ്മൾ കീ എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞാൽ VAR കീ, ഈ കീ എപ്പോഴും യുണീക്ക് ആയിരിക്കും. നമ്മൾ കീ ഒരു വാല്യൂസിന് കൊടുക്കുന്നത്, ഇവിടെ നമ്മൾ ആക്ച്വലി ഒരു കീ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അടുത്തൊരു കീ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് കീ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യുണീക്ക് ആയിട്ടുള്ള കീ ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് ചെക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കീയും കൂടെ ക്രിയേറ്റ് ചെയ്യാം. വേരിയബിൾ ഉപയോഗിച്ചിട്ട് key1 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഒരു ഈക്വൽ ടു ഇട്ടിട്ട് സിമ്പിൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ കീയുടെ വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഈ കീ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിനൊരു കർലി ബ്രാക്കറ്റിന്റെ അകത്ത് ഇവിടെയും ഡിസ്ക്രിപ്ഷൻ എന്ന് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിത് കോപ്പി ചെയ്യാം, അപ്പൊ സ്പെല്ലിങ്ങിന്റെ ഇഷ്യൂ വരത്തില്ല. ഓക്കെ, ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഞാൻ രണ്ട് കീ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആണോ ഇല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, സിമ്പിൾ ഡാറ്റ ടൈപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആക്ച്വലി ഒബ്ജക്റ്റ് ആണ്. ഇതിന്റെ താഴോട്ട് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അതായത് പേഴ്സൺ എന്ന് പറഞ്ഞ് ഇതിന്റെ താഴോട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഇപ്പൊ ഞാൻ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണിച്ചു തരാം. ഒബ്ജക്റ്റും സിമ്പിളും തമ്മിലുള്ള ഡിഫറൻസ്, സിമ്പിളിൽ എപ്പോഴും നമ്മൾ യുണീക്ക് ആയിട്ടുള്ള ഒരു കീ, ഈവൻ നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ യുണീക്ക് ആണെങ്കിലും ഡിസ്ക്രിപ്ഷൻ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ആക്ച്വലി അത് ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഇവിടെ സിമ്പിൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഡിസ്ക്രിപ്ഷൻ എന്ന് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് നോക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഈക്വൽ ആയിട്ടാണ് നമുക്ക് നോക്കാനായിട്ട് നമ്മളിവിടെ ഇത് അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കോളനെ ആഡ് ചെയ്യണം. എന്നിട്ട് console.log കൊടുക്കാം. ലോഗ് എന്ന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ആക്ച്വലി ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണെന്ന് തോന്നും. ഈക്വൽ ടു 3 തവണ ഈക്വൽ ടു ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പറേറ്റർ ആൻസർ കമ്പാരിസൺ ഓപ്പറേറ്റർ ആണെന്നാണ് ഈ പറയുന്നത്. ഓക്കെ, അതായത് രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുക. ഓക്കെ, കീ എന്നിട്ട് നമ്മൾ 3 ഈക്വൽ ടു ഇടുക, 2 അല്ല 3 ഈക്വൽ ടു ഇടുക. എന്നിട്ട് ശേഷം key1 എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, key1 എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത് ബൂളിയനിലായിരിക്കും, ട്രൂ ഓർ ഫാൾസ് എന്നായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫാൾസ് എന്നാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂസ് നോക്കി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെയും ഡിസ്ക്രിപ്ഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വാല്യൂസ് രണ്ടും ഒന്നാണെങ്കിലും ഇതിന്റെ കാര്യം വന്നപ്പോൾ ഇത് രണ്ടും യുണീക്ക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഈ ഡിസ്ക്രിപ്ഷനും രണ്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഇവിടെ ഞാൻ ഇത് കോപ്പി ചെയ്തിട്ടാണ്, ക്യാപിറ്റൽ ലെറ്റർ സ്മാൾ ലെറ്റർ ഒന്നും തന്നെ, അതായത് എല്ലാം സ്മാൾ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്, ഇവിടെയും സ്മാൾ ലെറ്റർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആകെപ്പാടെ ചേഞ്ച് ആയിട്ടുള്ളത് വേരിയബിൾ നെയിം മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് സിമ്പിൾ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ സെയിം വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിലും അതിനെ ഡിഫറെന്റ് ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ബാക്കി എല്ലാ ഡാറ്റ ടൈപ്പും നമ്മൾ സെയിം വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിനെ സെയിം ആയിട്ട് തന്നെ ആയിരിക്കും എടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ സിമ്പിൾ എന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് നമ്പർ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഈ ഒരു വാല്യൂ ഇവിടെയും ഞാൻ സിമ്പിൾ മാറ്റി നമ്പർ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ നമുക്ക് 5 എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഞാൻ 5 എന്ന് പറഞ്ഞു കൊടുക്കാണ്. ഞാൻ സിമ്പിൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ റിസൾട്ട് വരുന്നത്, ഫാൾസ് എന്നാണ് വരുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നമ്പേഴ്സ് ഉപയോഗിക്കാൻ പോവാണ്. ഓക്കെ, നമ്പേഴ്സ് ഉപയോഗിക്കുവാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് റൺ ചെയ്യുവാണ്. ഓക്കെ,
ഓക്കെ, ഇവിടെ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ട്രൂ എന്നാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ യുണീക്ക് കീ ആയിട്ട് കൊടുത്തിരിക്കുന്നത് വാല്യൂ, ഡിസ്ക്രിപ്ഷനും രണ്ടെണ്ണത്തിനും ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും രണ്ടും കൊടുത്തിരിക്കുന്ന വാല്യൂ ഒന്ന് തന്നെയാണെങ്കിലും ഫാൾസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആണെങ്കിലും ഒരേ വാല്യൂ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ഡാറ്റ ടൈപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സിമ്പിൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ റൺ ചെയ്യുമ്പം വാല്യൂസ് രണ്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി റൺ ആവുന്നത് രണ്ടും സെയിം ആയിട്ടായിരിക്കും റൺ ആവുന്നത്. ഓക്കെ, സോ ഈ രണ്ട് ഡാറ്റ ടൈപ്പും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പം അണ്ടർസ്റ്റാൻഡ് ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിച്ച ഡാറ്റ ടൈപ്പിനെ കുറിച്ചെല്ലാം നമുക്കൊന്നും കൂടെ ഒന്ന് റീകാൾ ചെയ്ത് നോക്കാം. നമ്മൾ 8 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡാറ്റ ടൈപ്പിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പർ ആണ്. നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ലാസ്റ്റ് ഉപയോഗിച്ച പോലെ തന്നെ 1 2 3 എന്ന് പറഞ്ഞ നമ്പേഴ്സ് ഉപയോഗിക്കുന്നതാണ്. സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, സോ എന്താണ് സ്ട്രിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സും സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് നോർമൽ ക്യാരക്ടേഴ്സും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും എല്ലാം വരും. ഓക്കെ, ഇനി ബൂളിയൻ ഡാറ്റ ടൈപ്പുള്ള രണ്ട് വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറയുന്നത്? ബൂളിയൻ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫാൾസ്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ട്രൂ ഓർ ഫാൾസ് ആണ് ബൂളിയന്റെ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നള്ളും ഡാറ്റ ടൈപ്പും അൺഡിഫൈൻഡ് ഡാറ്റ ടൈപ്പുള്ള ഡിഫറൻസ് എന്താണെന്നാണ് മോസ്റ്റ്ലി ഇന്റർവ്യൂസിൽ ചോദിക്കുന്നത്. നൾ എന്ന് പറഞ്ഞ വാല്യൂ ആക്ച്വലി ഇതൊരു ഡാറ്റ ടൈപ്പ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യും? അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നൾ എന്ന് പറഞ്ഞ് അസൈൻ ചെയ്ത് നമ്മൾ തന്നെ അസൈൻ ചെയ്തതാണ്. എങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത്? ഈക്വൽ ടു സൈൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു VAR വേരിയബിൾ എന്ന് കൊടുത്തിട്ട് വേരിയബിളിന്റെ നെയിം എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം നൾ എന്ന് ഈക്വൽ ടു ഇട്ടിട്ട് നമ്മൾ നൾ എന്ന് പറഞ്ഞ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ ആ ഒരു അസൈൻ ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിനാണ് നൾ എന്ന് പറയുന്നത്. അൺഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നില്ല. മോസ്റ്റ്ലി നമ്മൾ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് എന്താണ് അത് പ്രോഗ്രാം ഓട്ടോമാറ്റിക്കലായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷേ നൾ ഡാറ്റ ടൈപ്പിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് നൾ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അൺഡിഫൈൻഡിൽ നമ്മൾ വാല്യൂസ് ഒന്നും തന്നെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അൺഡിഫൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് എങ്ങനെയായിരുന്നു? പല ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പ്, അതായത് ഇതിന്റെ അകത്ത് ഏത് വാല്യൂസ് വേണമെങ്കിലും ഒബ്ജക്റ്റ് ഡാറ്റ ടൈപ്പിന്റെ അകത്ത് വരും. അതായത് നമ്പർ, സ്ട്രിംഗ്, ബൂളിയൻ, നൾ, അൺഡിഫൈൻഡ് ഏത് വേണമെങ്കിലും ഒബ്ജക്റ്റിന്റെ അകത്ത് വരും. അറേസ് വേണമെങ്കിലും ഒബ്ജക്റ്റിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നെസ്റ്റഡ് ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് ഒബ്ജക്റ്റ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മാത്രമല്ല നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് ഡാറ്റ ടൈപ്പ് ബേസിക് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? കേർലി ബ്രാക്കറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓരോ ഐറ്റത്തിനും കീ വാല്യൂ പെയർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അതായത് ഒരു കീ പെയർ ഉണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ വാല്യൂ പെയറും നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു കീ പെയർ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നെയിം എന്ന് പറയുന്നത് ഓരോ കീ വാല്യൂ പെയറും കോളൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് ഒബ്ജക്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അറേ ഡാറ്റ ടൈപ്പ് ആണ്. ഇത് എന്താണ്? നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് അറേ ഡാറ്റ ടൈപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓരോ വാല്യൂയും കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സ്ട്രിങ്സ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കണം? ഡബിൾ കോട്ട്സ് ഉപയോഗിക്കണം. ട്രൂ ഫാൾസ് ആണ് ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾ ഡബിൾ കോട്ട്സ് ഒന്നും ഉപയോഗിക്കേണ്ട. ട്രൂ ഫാൾസ് എന്ന് മാത്രം എഴുതിയാൽ മതി. കാരണം അത് വേറെ ടൈപ്പ് ഡാറ്റ ടൈപ്പ് ആണ്. എന്ത് ടൈപ്പാണ്? ബൂളിയൻ ടൈപ്പ് ആണ്. ഓക്കെ, ഇനി സിമ്പിൾ ഡാറ്റ ടൈപ്പ് ആണ്. ഇത് ഒബ്ജക്റ്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒബ്ജക്റ്റ് ഡാറ്റ ടൈപ്പ് തന്നെയാണ്. സിമ്പിളും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഒബ്ജക്റ്റ് ഡാറ്റ ടൈപ്പ് തന്നെയാണ് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു യുണീക്ക് കീ കൊടുത്തിരിക്കും. ആ യുണീക്ക് കീ നമ്മൾ ഈവൻ സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യുണീക്ക് കീ എന്നുള്ള കാര്യം നമ്മൾ കീ 1 എന്ന് എടുത്തിട്ട് നമ്മൾ രണ്ട് യുണീക്ക് കീ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ രണ്ടും കൊടുത്തപ്പോൾ അത് അസൈൻമെന്റ്, അതായത് കമ്പാരിസൺ ഓപ്പറേറ്റർ വെച്ച് നോക്കിയപ്പോൾ കമ്പാരിസൺ ഓപ്പറേറ്റർ എന്നാണ് 3 ഈക്വൽ ടു സൈൻ ആണ്. ഓക്കെ, 3 ഈക്വൽ ടു സൈനിൽ വരുന്നത് കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്. അതായത് രണ്ട് വാല്യൂസിന്റെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാനാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. സോ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണ്? സിമ്പിൾ ഡാറ്റ ടൈപ്പിൽ രണ്ട് യൂണിക് കീ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിളിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന വാല്യൂ സെയിം ആണെങ്കിൽ പോലും അതിനെ ഡിഫറൻറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈവൻ അതിന്റെ കേസസ്, അതായത് സ്മാൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ എല്ലാം ആൾട്ടർനേറ്റീവ് ആണ്. നമ്മൾ സെയിം ആയിട്ടുള്ള കേസസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും അതിനെ സിമ്പിൾ ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഇത്രയേ ഉള്ളൂ ജാവാസ്ക്രിപ്റ്റിലെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് ജാവാസ്ക്രിപ്റ്റിൽ മാത്രം ബാധകമായിട്ടുള്ള കാര്യങ്ങളല്ല, ബാക്കി എല്ലാ പ്രോഗ്രാമിലും സിമ്പിൾ ഒന്നും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും സപ്പോർട്ട് ആവുന്നതല്ല. ഓക്കെ, ബാക്കിയുള്ള എല്ലാ ഡാറ്റ ടൈപ്പും ഒട്ടുമിക്ക എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉണ്ട്. നമ്പർ ആയിക്കോട്ടെ, ബൂളിയൻ ആയിക്കോട്ടെ, നള്ള്, അൺഡിഫൈൻഡ് എല്ലാം ഒട്ടുമിക്ക എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും ഉണ്ട്. പൈത്തൺ എടുത്താലും C++ എടുത്താലും C# എടുത്താലും അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞത് ഉണ്ട്. ഓക്കെ, മസ്റ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ 1-2 എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. ചില ലാംഗ്വേജൊക്കെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് വരുന്നുണ്ട്.
പക്ഷേ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കണം. വേറെ ഏത് ലാംഗ്വേജ് പഠിക്കുവാണെങ്കിലും ഈ ഡാറ്റ ടൈപ്പിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, സോ ഇത് പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ലാംഗ്വേജുകളിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യുമ്പം കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, സോ ഡാറ്റ ടൈപ്പ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പല കാര്യങ്ങളും ഔട്ട്പുട്ട് കൊണ്ടുവരാൻ നോക്കുക. കൂടുതലായിട്ട് ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ദിസ് സെക്ഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും. അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അരിത്മാറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് അടുത്ത വീഡിയോസിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് ജാവാസ്ക്രിപ്റ്റിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ്. ഈ മെത്തേഡ്സ് എല്ലാം ഒന്ന് എഴുതി വെക്കുക. ഈ മെത്തേഡ്സ് പല മെത്തേഡ് തമ്മിലുള്ള ഡിഫറൻസും ഒന്ന് എഴുതി വെക്കുക. ഉദാഹരണത്തിന് ഒബ്ജക്റ്റും അറേ സിമ്പിളും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ അൺഡിഫൈൻഡും നല്ലും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ അറേ ഡാറ്റ ടൈപ്പും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇതൊക്കെ സാധാരണ ഇന്റർവ്യൂസിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, ബാക്കി ബൂളിയൻ സ്ട്രിംഗ് നമ്പറൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് അത് ചോദിക്കത്തില്ല. ബാക്കി ഇതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് മോസ്റ്റ്ലി ഇന്റർവ്യൂസിലും ചോദിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ദിസ് സെക്ഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന്റെ മെത്തേഡ്സിൽ, അതായത് പല ടൈപ്പ് ഓഫ്, ഇപ്പം നമ്മൾ ഡാറ്റ ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. ഈ ഡാറ്റ ടൈപ്പിലുള്ള ഓരോ മെത്തേഡ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ആ മെത്തേഡ്സിനെ കുറിച്ച് പഠിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ അതിന്റെ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, അതായത് ഈ മെത്തേഡ്സ്, അതായത് നമ്പറിന് കുറെ മെത്തേഡ്സ് ഉണ്ട്. നമ്പർ ഡോട്ട് എന്നിട്ടിട്ട് നമുക്ക് കുറെ മെത്തേഡ്സ് എഴുതാൻ പറ്റും. മെത്തേഡ്സ് എന്ന് വെച്ചാൽ ഈ നമ്പർ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത് തന്നെയാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്ട്രിങ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ബൂളിയൻ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ജസ്റ്റ് അത് പ്രിന്റ് ചെയ്യുന്ന മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പ്രിന്റ് ചെയ്യുന്ന മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റിംഗ് മാത്രമല്ല, നമുക്ക് രണ്ട് ഡാറ്റ ടൈപ്പ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒരു ഡാറ്റ ടൈപ്പിന് മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ മെത്തേഡ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ സീ യു അഗൈൻ ഇൻ കമ്മിങ് ലെക്ചേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.